ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ധനഹാകാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ചയായി ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുക വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവമാണ്. ഫിലിപ്പോസ് നഥാനിയേലിനോട് ചെന്ന് പറയുകയാണ്, നിങ്ങളുടെ പ്രവാചക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഒരുവനെ ഞാൻ കണ്ടു എന്ന്. ഫിലിപ്പോസ് ഇത് പറഞ്ഞപ്പോൾ നഥാനിയേൽ ചോദിക്കുകയാണ്, അവൻ എവിടെ നിന്ന് വരുന്നു? നസറത്തിൽ നിന്ന്. ഉടനെ നഥാനിയേൽ ചോദിക്കുക, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? ഒരു മുൻവിധിയോടുകൂടിയുള്ള ഒരു ചോദ്യമാണ്. മറ്റുള്ളവരെ കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളാണ് ഇവിടെ വ്യക്തമാക്കുക. നസറത്തിൽ നിന്ന് ഒരു നന്മയും വരികയാതെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഇതുവരെ ആരും അവിടെ നിന്നും മഹത് വ്യക്തികളായിട്ട് കടന്നു വന്നിട്ടില്ല. ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനെ എഴുതിയിട്ടുമില്ല, ഒരു സൂചന പോലുമില്ല. അതുകൊണ്ട് നീ പറയുന്നത് വെറുതെയാ, അവൻ പ്രവാചകനൊന്നുമല്ല, ദൈവത്തിൻ്റെ പുത്രനുമല്ല എന്നൊക്കെ നഥാനിയേൽ പറയുകയാണ്. പലപ്പോഴും നമുക്കുള്ള മനോഭാവവും ഇതുപോലെ തന്നെയാണ്. ചിലരെ കാണുമ്പോൾ, ഓ അവിടുന്ന ഇന്ന വീട്ടില, ഓ ഇത്രയൊക്കെ ഉള്ളൂ, വലിയ പ്രതീക്ഷിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്നുള്ള ചിന്താഗതികൾ നമുക്കുമുണ്ട്. ചിലരെ കുറിച്ചുള്ള ഒരു മുൻവിധികൾ നിസ്സാരമായി കരുതിയിരുന്ന ചിലവരാണ് ഇന്ന് വലിയവരായി മാറിയത്. അടുത്തറിയുമ്പോൾ പല കാഴ്ചപ്പാടുകളും മാറും. ഈശോ നഥാനിയേലിനെ വിളിക്കുന്നുണ്ട്, നീ വന്ന് കാണുക. ഇപ്പം ഫിലിപ്പോസും നഥാനിയേലും ഈശോയുടെ അടുത്ത് വരികയാണ്, കാണുകയാണ്. മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈശോയുടെ ശിഷ്യന്മാരായി തീർന്നു. മുൻവിധിയോടുകൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനായിട്ടൊന്നും പറ്റുകയില്ല. മുൻവിധികളൊക്കെ കളഞ്ഞ് വന്ന് കണ്ട് അനുഭവിച്ച് അറിഞ്ഞു പോകുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റമായിരിക്കും. മദർ തെരേസയുടെ അടുക്കൽ ഒരു പത്രപ്രവർത്തക മദർ തെരേസയെ വിമർശിച്ചുകൊണ്ട് മദർ തെരേസ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് എഴുതുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. മദർ തെരേസയുടെ അടുക്കൽ വന്നിട്ട് മദർ തെരേസ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആ പത്രപ്രവർത്തക മാനസാന്തരപ്പെട്ട് മദർ തെരേസയുടെ ശിഷ്യയായി മാറുകയാണ് ഉണ്ടായത്. പലപ്പോഴും അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങൾ അടുത്ത് ഇടപെട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുകയാണ്. ഈശോ നഥാനിയേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതാ കാപട്യമില്ലാത്ത ഒരു ഇസ്രായേൽക്കാരൻ എന്ന്. നഥാനിയേൽ ചോദിക്കുക, അതെങ്ങനെ മനസ്സിലാക്കി? എങ്ങനെയാണ് ഇത് അറിയുവാനായിട്ട് ഇടയായത്? എങ്ങനെയാണ് എന്നെ കണ്ടത്? അപ്പോൾ ഈശോ പറഞ്ഞു, നീ അത്തിമരത്തിന്റെ ചോട്ടിലിരുന്ന് സംസാരിച്ചതൊക്കെ ഞാൻ മനസ്സിലാക്കി. നഥാനിയേൽ ചിന്തിച്ചു, അവിടെ ഇങ്ങും ആരുമില്ലായിരുന്നു, ഈശോ വഴിയെ പോലും വന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്ന് സംസാരിച്ച വിവരം ഇവൻ അറിഞ്ഞത്? നഥാനിയേലിന് വലിയ അത്ഭുതമായി. ഉടനെ ഈശോ പറയുകയാണ്, നീ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണും. ഞാനിപ്പോൾ നിന്നെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമല്ലേ ഉള്ളൂ, അതിലും വലിയ കാര്യങ്ങൾ കാണും. തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നഥാനിയേലും ഫിലിപ്പോസിനുമൊക്കെ വലിയ സന്തോഷമായി. ഇവൻ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയുകയാണ്. പലരോടും പോയി നഥാനിയേലും ഫിലിപ്പോസും പറയുകയാണ് ഈശോയെക്കുറിച്ച്. ഈശോ പറഞ്ഞു, സ്വർഗം തുറക്കപ്പെടുന്നത് നിങ്ങൾ കാണും, സ്വർഗത്തിലേക്ക് ദൈവദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണും എന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനോഭാവം എങ്ങനെയായിരിക്കും? ഇന്ന് വിശുദ്ധ കുർബാനയിൽ നാം തുറക്കപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ഓരോ വിശുദ്ധ കുർബാനയും സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവമാണ്. ഈശോയുടെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയാണ്, ഈശോയെ നമ്മൾ സ്വീകരിക്കുകയാണ്. സർവാധിപനാം കർത്താവേ എന്ന് പാടുമ്പോൾ അൾത്താരയുടെ വിരി മാറ്റി നമ്മൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ്. സ്വർഗം തുറക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഈശോയെ കണ്ടുമുട്ടുന്ന നിമിഷങ്ങളാണ് അത്.
സ്വർഗം തുറക്കപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. ഈശോ നഥാനിയലിനെ വിളിച്ചത് നിഷ്കപടക്കാരനായ ഒരു ഇസ്രായേൽക്കാരനായിരുന്ന കപടതയൊന്നുമില്ലാത്ത വ്യക്തിത്വത്തിനുടമയാണ് നഥാനിയേൽ. നമ്മെക്കുറിച്ച് ഈശോയ്ക്ക് അങ്ങനെ പറയുവാനായിട്ട് പറ്റുമോ? കപടതയില്ലാത്ത വ്യക്തിയാണ് എന്ന്, സിൻസിയറായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് നമ്മളെന്ന് മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച് പറയുവാനായിട്ട് പറ്റുമോ? പലപ്പോഴും മറ്റുള്ളവരെ കാണുമ്പോൾ നല്ല പുഞ്ചിരിയൊക്കെ നമ്മൾ നടത്തും. അതേസമയം ഉള്ളിൽ അവൻ വരുന്നിരിക്കുന്നു, അവൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഉള്ളിൽ ഭയങ്കര ദേഷ്യവും വിദ്വേഷവും പകയും ഒക്കെ വെച്ച് പുലർത്തിക്കൊണ്ട് പുറമേ ആത്മാർത്ഥമായി പുഞ്ചിരിച്ച് നമ്മൾ കാണിക്കുമ്പോൾ ഓർക്കുക, അതിൽ ആത്മാർത്ഥതയില്ലാത്ത ഒരു കപട മനോഭാവമാണ്. നമുക്കെന്തെങ്കിലും ആകുലതയോ അതല്ലെങ്കിൽ മറ്റുള്ളവരോട് അതൃപ്തി ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ കാരണം തുറന്നു പറഞ്ഞ് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പറ്റുമോ? അതൃപ്തിയും അകൽച്ചയും ഒക്കെ ഉണ്ടാകും. അത് നമ്മൾ തുറന്ന് പറയുമ്പോഴുള്ള മനസ്സുണ്ടാകുമ്പോൾ അവരെ നമ്മൾ നേടുകയും സ്നേഹം കൂടുതൽ ഇരട്ടിയായി തീരുകയുമാണ്. കുറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവമല്ല, എന്തിനേയും കുറ്റം വിധിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കുവാനായിട്ട് കടന്നു ചെല്ലുകയല്ല. തെറ്റുകളുണ്ടെങ്കിൽ അത് സ്നേഹത്തോടു കൂടി അടുത്ത് ചെന്ന് പറയുവാനായിട്ട് സ്നേഹിക്കുവാനായിട്ടുള്ളൊരു മനസ്സ് ഉണ്ടാകണം. അങ്ങനെയാണ് സിൻസിയറായിട്ടുള്ള ആൾക്കാരായി മാറുക. സിൻസിയർ എന്ന പദം വന്നത് ലത്തീനിൽ നിന്നാണ്. വാക്സ് ഒന്നുമില്ലാത്തത് എന്ന അർത്ഥത്തിലാണ്. അതായത് മെഴുകൊന്നുമില്ലാത്ത ഒറിജിനലായിട്ടുള്ള വസ്തു എന്ന അർത്ഥത്തിലാണ് സിൻസിയർ എന്ന പദം വന്നത്. പണ്ട് പ്രതിമകളൊക്കെ മേടിക്കുമ്പോൾ തടിയേൽ കൊത്തിയിട്ടുള്ള പ്രതിമകൾ, ഈ തടിക്ക് ചിലപ്പോൾ പൊട്ടും കേടുമൊക്കെ കാണും. അവിടെ മെഴുക് വെച്ച് അടച്ച് നല്ല പെയിൻ്റൊക്കെ അടിച്ചിരിക്കുമ്പോൾ നല്ല പ്രതിമ, ഒരു കുഴപ്പവുമില്ലാത്ത ഒന്നാം തരം തടിയെ തീർത്തതാണ് എന്ന് തോന്നും. എന്നിട്ട് വലിയ വിലയ്ക്ക് വിൽക്കും. അത് മനസ്സിലാക്കുവാനായിട്ട് ഈ പ്രതിമ മേടിക്കുന്ന വ്യക്തികൾ വേരുത്ത് കൊണ്ടുപോയി വെക്കും പ്രതിമയെ. മെഴുകുണ്ടെങ്കിൽ അത് പതുക്കെ ചൂടേൽക്കുമ്പോൾ ഉരുകും. അങ്ങനെ ആ മെഴുകെല്ലാം ഒഴുകി മാറും. അങ്ങനെയാണ് ഇത് മെഴുകുള്ളതാണോ ഒറിജിനലാണോ എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ ആത്മാർത്ഥതയില്ലെങ്കിൽ, സിൻസിയർ അല്ലെങ്കിൽ നമുക്കും ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ തനി സ്വഭാവം വ്യക്തമാകും. ആത്മാർത്ഥതയുള്ള ഒരു ഹൃദയമുണ്ടാകുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുക. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, നല്ലൊരു ഹൃദയം, മറ്റുള്ളവരെ വഞ്ചിക്കാത്ത, സ്നേഹിക്കുന്ന, ആത്മാർത്ഥതയുള്ളത് ഉള്ളതുപോലെ തുറന്നു കാണിക്കുവാനായിട്ടൊരു ഹൃദയം നമുക്കുണ്ടാകണം. ആത്മാർത്ഥത എല്ലാവരോടും പുലർത്തണം. സ്വന്തം ഭവനത്തിലാണെങ്കിലും മക്കളോടും ജീവിത പങ്കാളിയോടും ആത്മാർത്ഥതമായ ഒരു ഹൃദയമുണ്ടാകുമ്പോൾ, സ്നേഹിക്കുമ്പോൾ അവിടെ വിലയുണ്ടാകും. ആത്മാർത്ഥത മറ്റുള്ളവർ മനസ്സിലാക്കും. പരസ്പരം സ്നേഹിച്ച് നല്ല ഒരു സ്വഭാവത്തിനുടമയായി നമുക്ക് മാറുവാനായിട്ട് പറ്റും. ഈശോ വിളിക്കുമ്പോൾ ഈശോയുടെ പിന്നാലെ ശിഷ്യന്മാർ ചെല്ലുകയാണ്. അതുപോലെ നമ്മെ വിളിക്കുമ്പോഴും നമുക്ക് ചെല്ലുവാനായിട്ടും പറ്റണം. ഈ നഥാനിയേലും ഫിലിപ്പോസും ഈശോയെ അനുഭവിച്ചറിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിലൊതുക്കി കഴിയുകയല്ല ചെയ്തത്. അവർ മറ്റുള്ളവരോട് പോയി പറയുകയാണ്. പല വ്യക്തികളോടും പോയി പറഞ്ഞു, ഞങ്ങൾ ഈശോയെ കണ്ടു, ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുകയാണ്. സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു ഈ ഫിലിപ്പോസും നഥാനിയേലും. ഈശോയെക്കുറിച്ച് കേട്ടപ്പോൾ ഉടൻ തന്നെ ഈശോയുടെ അടുക്കിലേക്ക് പോരുകയാണ്. ദനഹ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ വെളിപ്പെടുത്തുക, ഉദിക്കുക എന്ന് തന്നെയാണ്. ഇന്നലെ ദനഹ തിരുനാൾ നാം ആഘോഷിച്ചു. ദനഹ തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. ഈശോ തന്നെ വെളിപ്പെടുത്തുകയും മറ്റുള്ളവരാൽ വെളിപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ ദനഹ കാലഘട്ടത്തിൽ നാം അനുസ്മരിക്കുക. നമ്മിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ ഈശോയെ വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീരണം. അങ്ങനെ വരുമ്പോൾ ഈശോയോടൊപ്പം ചേർന്ന് നാം നിൽക്കുകയാണ്. നമുക്ക് നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ ഈശോയെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.